ഖലീഫ ഡയറക്ടർ വൈശാഖ്, റൈറ്റർ ജിനു വി എബ്രഹാം. അദ്ദേഹത്തിന് തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ജിനു എബ്രഹാം ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം ഒരു പുരാവസ്തു ഗവേഷകനെ പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം 90s-ലും 2000-കളിലൊക്കെ നമ്മൾ കണ്ട് ക്ലീഷ്യറായിട്ടുള്ള കുറേ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഫീൽഡ് ഔട്ട് ആവാൻ വരെ കാരണമായിട്ടുള്ള തരത്തിലുള്ള ഒരു സിനിമ. ഇതിന്റെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ വൈശാഖിന്റെ യൂഷ്വൽ മേക്കിംഗ് പരിപാടിയല്ല, കുറച്ചുകൂടെ എന്താ പറയുക, ഒരു അർബൻ സ്റ്റൈൽ മേക്കിംഗ് ആണ്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ജേക്സ് പി ജോയ്. അറിയാലോ ഓൾറെഡി. അത് പക്ഷേ കുറേ തവണ ഓവർ യൂസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഇത്രയും ആക്ഷൻസ് പരിപാടി കൊള്ളാം, ബട്ട് അഗെയിൻ അതും ഓരോ ആക്ഷൻ സീക്വൻസും പ്രത്യേകമായിട്ട് കൊറിയോഗ്രാഫ് ചെയ്ത് ഭയങ്കര ഡിഫറൻസ്, ഭയങ്കര അപ്പീലിംഗ്. അങ്ങനെ ഒന്നാമത് ഈ സിനിമയ്ക്ക് തീരെ ഒരു ബിൽഡപ്പോ എലിവേഷൻ ഒന്നുമില്ല. പൃഥ്വിരാജിന്റെ ഇൻട്രോ ആണ്. പുള്ളിയുടെ ഇൻട്രോ ഫൈറ്റോട് കൂടി വേണം. അപ്പം സഞ്ജു ശിവറാം എന്ന് പറയുക, കുറച്ച് നാൾ മുൻപ് ഒരു ഫൈറ്റ് നടന്നിട്ട് എന്തായി, ഒടിയിലുണ്ടായിരുന്നു പണ്ട് ഇതുപോലെ. കഴിഞ്ഞ ദിവസം ഒടിയൻ കുറേ ആളെ തല്ലി. അതായത് ആ ഫൈറ്റിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച് ആ ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് ഒട്ടിയിടാന്നുള്ള സാധനം വേണ്ടേ? ഇതൊന്നുമില്ല. ഇതിൽ ഷമീദ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട്. അപ്പോൾ പുള്ളിയെ ഓഫ് കോഴ്സ് പാർട്ടിയായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ മലബാറിലെ ചില ഗോൾഡ് സെറ്റപ്പ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഇന്ദ്രൻസ് ഉണ്ട്. പുള്ളി വാ തുറന്നു പുള്ളി വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ കൊഫപ്പൊസ ഫീലോട്ടായ നടിയുണ്ട് മാളവിക ശർമ്മ, തെലുങ്കന്ന്. അവരെ കൊണ്ടുവന്ന് ക്രിഞ്ചടിപ്പിച്ച്. അതായത് ഒരു അൻവർ സമയത്തിലെ പൃഥ്വിരാജില്ലേ, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള പൃഥ്വിരാജിനെ കൊണ്ടുവരുന്ന സംബന്ധിച്ചുള്ള പൃഥ്വിരാജിന്റെ ഫിസിക്കും പരിപാടിയും ചാമിങ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. സ്റ്റിൽ പട്ടികളുടെ കോമ്പിനേഷൻ ഈ മലബാർ ഭാഗമായതുകൊണ്ട് കുറെ കുത്തിത്തിരിയ മാപ്പിളപ്പാട്ട്, കൈൻഡ് ഓഫ് കാലത്ത് റഹ്മാൻ കൈൻഡ് ഓഫ് സ്റ്റഫ്, അങ്ങനത്തെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടായിരിക്കും. ഇതൊരു കളവനുണ്ട്, ഒരു അപ്പാപ്പൻ സേട്ട്, നിസ്താർ സേട്ട് ഉണ്ട്. നിസ്താർ സേട്ട് ഇതിൽ ജയിൽ റൈറ്റാണ്, സേട്ടായിട്ട് വേറെ കളർ. അപ്പൊ പുള്ളി ഒരു അപ്പാപ്പൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ് ആര്, ലാലേട്ടന്റെ കഥാപാത്രം അഹമ്മദ് അലി, മമ്പറത്ത് അഹമ്മദ് അലി. മമ്പറത്ത് അഹമ്മദ് അലിയുടെ മകനാണ് ആര്, രഞ്ജി പണിക്കർ. ഇപ്പൊ രഞ്ജി പണിക്കരിന് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. ശരിക്കുള്ള പ്രായം 65. അത് വിട്ടേക്ക്. ക്യാരക്ടറിന്റെ പ്രായം കൂട്ടി തന്നെ ഒരു 10-60 വയസ്സാണ്. പൃഥ്വിരാജിന്റെ പ്രായം കൂട്ടുകയാണെങ്കിൽ 10, 40, 35 കൂട്ടിക്കോ കഥാപാത്രം. അപ്പോൾ ലാലേട്ടന്റെ കഥാപാത്രം ഏകദേശം 85-90 വയസ്സുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ, ഓണത്തിന് വന്നിട്ടുള്ള ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ, അതേപോലത്തെ ഒരു സെറ്റപ്പ് കൈൻഡ് ഓഫ് മേക്കപ്പാണ് ഇട്ടിരിക്കുന്നത്. ഈ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ലാലേട്ടൻ വന്ന സമയത്ത്. കാരണം ഇതെത്ര നാളെ ഈ പരിപാടിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലൂസിഫറിനകത്ത് ഓൾറെഡി പൃഥ്വിരാജ് മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് ലാലേട്ടൻ. അപ്പം പൃഥ്വിരാജ് ഇത് കാണുന്നില്ലേ, പുള്ളി തന്നെ ചെയ്തു വെച്ച സാധനമാണ്. കറക്റ്റ് നിങ്ങൾ പടം കണ്ടെന്ന് മനസ്സിലാവും. ലൂസിഫറിൽ അവസാനം ലാലേട്ടൻ വരുന്നല്ലേ, ആ ഒരു വെതർ വരെ മഞ്ഞൊക്കെ ഇങ്ങനെ പാറുക, എന്നിട്ട് ലാലേട്ടൻ ഇങ്ങനെ വരിക. എന്തിനാ പോലെ ഇത് സ്കാം ആണോ, ഇനി ഇങ്ങനെ പടം ഇറക്കും, ഇനി ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ലാലേട്ടൻ ഫാൻസ് പടം കയറാൻ വേണ്ടി കാണും, അങ്ങനെ വലിയ മാർക്കറ്റ് ഉണ്ടാക്കാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇതൊക്കെ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് പരിപാടി നടക്കുള്ളൂ. ഇത് പരിപാടി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടൻ ആരുണ്ടായി കഴിയുന്ന കാര്യമില്ലല്ലോ.